തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രമായ ജയിലറിൻ്റെ രണ്ടാം ഭാഗത്തിൽ രജനീകാന്തിൻ്റെ ഭാര്യാവേഷം തരാമെന്ന് പറഞ്ഞായിരുന്നു മലയാളി നടി ഷൈനി സാറയെ തട്ടിപ്പ് സംഘം സമീപിച്ചത്. കാസ്റ്റിങ്ങിനായി വീഡിയോ കോൾ വിളിച്ചു. 12,500 രൂപയും ചോദിച്ചു. മാന്യമായ വേഷത്തിൽ വീഡിയോ കോളിൽ ഷൈനി കാസ്റ്റിങ്ങിനായി അല്പം പോസ് ചെയ്തു. എങ്കിലും ശരിക്കുള്ള ചതിക്കുഴിയിൽ അവർ വീണില്ല. തമിഴ് സിനിമയിൽ പ്രവർത്തിക്കുന്ന മലയാളി നടിമാരോട് ഉടൻ തന്നെ ബന്ധപ്പെട്ട് വിവരം തിരക്കിയതുകൊണ്ടാണ് ഷൈനി രക്ഷപ്പെട്ടത്. ഷൈനിയുടെ ബുദ്ധിയുടെ പകുതി പോലും തമിഴ് സീരിയൽ താരമായ ശ്രുതി നാരായണന് ഉണ്ടായില്ല. ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അവസരം നൽകാനെന്ന പേരിൽ വീഡിയോ കോൾ വിളിച്ച് ശ്രുതിയെ പരമാവധി പോസ് ചെയ്യിപ്പിച്ചു. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് കരുതി പരമാവധി പോസും ചെയ്തു. ആ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കിടന്ന് ഓടിക്കളിക്കുകയാണ്. വീഡിയോയും ചിത്രങ്ങളുമൊക്കെ ലീക്കായതറിഞ്ഞ ശ്രുതി ഇപ്പോൾ ആകെ കലിപ്പിലാണ്. തൻ്റെ വീഡിയോയും ഫോട്ടോയും കാണുന്ന നേരം സ്വന്തം അമ്മയുടെയോ സഹോദരിയുടെയോ ചിത്രങ്ങൾ എടുത്ത് കാണാനാണ് അവർ പറയുന്നത്. അവരുടെ ശരീരം തന്നെയാണ് തനിക്കുമുള്ളതെന്ന് ശ്രുതി പറയുന്നു. കാസ്റ്റിങ്ങിനായി നഗ്നതാ പ്രദർശനം നടത്താൻ തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടിട്ടും ശ്രുതി അനുസരിച്ചു. അത്രമാത്രം പൊട്ടിയാണോ ഈ സീരിയൽ നടി? എന്നിട്ട് ഇനി കിടന്ന് കരഞ്ഞിട്ടും നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയിട്ടും എന്താണ് കാര്യം? വമ്പൻ അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് വലിയൊരു തട്ടിപ്പ് സംഘം തന്നെ പല രൂപത്തിൽ സിനിമാ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തലവച്ചു കൊടുക്കുന്നവർ മലയാളി താരം ഷൈനി സാറയെ നമിക്കണം. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.